പ്രായമായ മാതാപിതാക്കൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നത് ഇന്ന് വലിയ കടമ്പയല്ല. പ്രീമിയം തുക നോക്കിയും പഴയ അസുഖങ്ങൾക്ക് കവറേജ് ഉണ്ടോ എന്ന് പരിശോധിച്ചും നമ്മൾ വേഗത്തിൽ പോളിസി എടുക്കും. എന്നാൽ ആശുപത്രിയിൽ അഡ്മിറ്റായി ക്ലെയിം ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും ഇൻഷുറൻസ് കമ്പനികളുടെ ചില നിബന്ധനകൾ നമുക്ക് വില്ലനാകുന്നത്. പരസ്യങ്ങളിൽ കാണാത്ത എന്നാൽ പോളിസി എടുക്കുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറയാം. മുതിർന്ന പൗരന്മാർക്കുള്ള മിക്ക പോളിസികളിലും 20 മുതൽ 40% വരെ കോ പേയ്മെന്റ് നിബന്ധന ഉണ്ടാകും. അതായത് ആശുപത്രി ബില്ലിൽ ഇൻഷുറൻസ് കമ്പനി അംഗീകരിക്കുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് നൽകണം. ഉദാഹരണം, 4 ലക്ഷം രൂപയാണ് ആശുപത്രി ബില്ലെങ്കിൽ 30% കോപേ നിബന്ധനയുള്ള പോളിസിയിൽ ഇൻഷുറൻസ് കമ്പനി 2.8 ലക്ഷം രൂപ മാത്രമേ നൽകൂ. ബാക്കി 1.2 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും. പ്രീമിയം കൂട്ടി നൽകിയാൽ ഈ നിബന്ധന ഒഴിവാക്കാൻ ചില കമ്പനികൾ അനുവദിക്കാറുണ്ട്. 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടെന്ന് കരുതി സമാധാനിക്കരുത്. പല രോഗങ്ങൾക്കും ചികിത്സകൾക്കും കമ്പനികൾ പരിധി നിശ്ചയിച്ചിട്ടുണ്ടാകും. ഒന്ന് ശ്രദ്ധിക്കേണ്ടത് റൂം വാടകയാണ്. പോളിസി തുകയുടെ 1% മാത്രമേ റൂം വാടകയായി നൽകൂ എന്ന നിബന്ധനയുണ്ടെങ്കിൽ അതിൽ കൂടുതൽ തുകയുള്ള മുറിയെടുത്താൽ ഡോക്ടറുടെ ഫീസിലും മരുന്നുകളിലും വരെ ആനുപാതികമായ കുറവ് കമ്പനി വരുത്തും. തിമിര ശസ്ത്രക്രിയ, സന്ധി മാറ്റിവെക്കൽ എന്നിവയ്ക്കും നിശ്ചിത തുക മാത്രമേ ലഭിക്കൂ എന്ന് കമ്പനികൾ മുൻകൂട്ടി നിശ്ചയിക്കാറുണ്ട്. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയ നിലവിലുള്ള അസുഖങ്ങൾ കവർ ചെയ്യാൻ 65 വയസ്സ് കഴിഞ്ഞവർക്ക് 2 മുതൽ 4 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. പോളിസി എടുത്ത ഉടൻ ഇത്തരം അസുഖങ്ങൾക്ക് ക്ലെയിം ലഭിക്കില്ലെന്ന് ചുരുക്കം. കൂടുതൽ പ്രീമിയം നൽകിയാൽ ഈ കാലാവധി കുറയ്ക്കാൻ ചില പ്ലാനുകളിൽ സാധിക്കും. ഈ പ്രായത്തിൽ പോളിസി നൽകുന്നതിന് മുൻപ് ഇൻഷുറൻസ് കമ്പനികൾ വൈദ്യപരിശോധന നടത്താറുണ്ട്. ഇതിന്റെ ഫലം അനുസരിച്ച് പ്രീമിയം തുക കൂട്ടാം. ചില പ്രത്യേക രോഗങ്ങളെ കവറേജിൽ നിന്ന് ഒഴിവാക്കാം. കോപേ ശതമാനം വർദ്ധിപ്പിക്കാം. പോളിസി നൽകുന്നത് തന്നെ നിരസിക്കാം. അതുകൊണ്ട് ഓൺലൈനിൽ കാണുന്ന പ്രീമിയം തുക തന്നെ ആകണം എന്നില്ല പോളിസി ലഭിക്കുമ്പോൾ നിങ്ങൾ നൽകേണ്ടി വരിക. ഒരു ചികിത്സയ്ക്ക് പണം തീർന്നു പോയാൽ ഇൻഷുറൻസ് തുക വീണ്ടും നിറയുന്ന രീതിയാണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരേ രോഗത്തിന് തന്നെ രണ്ടാമതും അഡ്മിറ്റ് ആയാൽ പല കമ്പനികളും ഈ ആനുകൂല്യം നൽകില്ല. പ്രായമായവർക്ക് ഒരേ അസുഖത്തിന് തന്നെ തുടർച്ചയായ ചികിത്സ വേണ്ടി വരാറുള്ളതിനാൽ ഇത് ശ്രദ്ധിക്കണം. ക്ലെയിം ഇല്ലാത്ത വർഷങ്ങളിൽ ഇൻഷുറൻസ് തുക വർദ്ധിക്കുന്ന രീതിയാണ് നോ ക്ലെയിം ബോണസ്. എന്നാൽ വിട്ടുമാറാത്ത അസുഖങ്ങളുള്ള പ്രായമായവർക്ക് ക്ലെയിം ഇല്ലാത്ത വർഷങ്ങൾ കുറവാകാൻ സാധ്യതയുള്ളതിനാൽ ഇതിൽ വലിയ ലാഭം പ്രതീക്ഷിക്കേണ്ട. 70-75 വയസ്സൊക്കെ കഴിയുമ്പോൾ പ്രീമിയം തുകയിൽ വലിയ വർധനമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് നൽകുന്ന പ്രീമിയം ഭാവിയിലും താങ്ങാൻ കഴിയുമോ എന്ന് ചിന്തിച്ചു വേണം ഇൻഷുറൻസ് എടുക്കാൻ. പേരുള്ള ഇൻഷുറൻസ് കമ്പനിയാണോ എന്നതിനേക്കാൾ പ്രധാനം നിങ്ങളുടെ വീടിനടുത്തുള്ള മികച്ച ആശുപത്രികളിൽ അവിടെ ക്യാഷ്ലെസ് സൗകര്യമുണ്ടോ എന്നതാണ്. പണം ആദ്യം അടച്ച് പിന്നീട് കമ്പനിയിൽ നിന്ന് വാങ്ങേണ്ടി വരുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കും.